ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിന്റെ ടേബിൾസ് ഒക്കെ നന്നായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ഗൂഗിൾ മീറ്റിലൊക്കെ വരുമ്പോൾ ചോദിക്കുമ്പോൾ നന്നായിട്ട് എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പൊ 15 വരെയുള്ള ടേബിള് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ അതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മറന്നു പോകാതിരിക്കാനായിട്ട് ടീച്ചർ കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് എല്ലാവരും നന്നായിട്ട് എല്ലാ ദിവസവും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റും 3 ഡിജിറ്റ് നമ്പേഴ്സ് വെച്ചിട്ട്, അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സും അതിന്റെ കൂടെ 1 ഡിജിറ്റ് നമ്പർ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ 2-3 പ്രോബ്ലംസ് ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ Okay, if you look at the blackboard, listen here. എല്ലാവരും ഇന്ന് ശ്രദ്ധിച്ചിരുന്നേ. Multiplication of 3 digit number by 1 digit number. Okay, ഇവിടെ ടീച്ചറോട് ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. വിത്തൗട്ട് ക്യാരിയിങ് ഓവർ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, 213 into 3 ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് 213 into 3 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വൺസിന്റെ പ്ലേസിലെ ഫസ്റ്റ് നമ്പേഴ്സ്, വൺസിന്റെ പ്ലേസിലെ നമ്പേഴ്സ് തമ്മിലായിരിക്കണം ആദ്യം ഇൻഡു ചെയ്ത് ആൻസർ എഴുതേണ്ടത്. പിന്നെ എന്താണ്, ടെൻസിന്റെ പ്ലേസ് നമ്പേഴ്സ് നോക്കണം. അതിനുശേഷം 100ന്റെ പ്ലേസിലെ നമ്പേഴ്സ് നോക്കുക. ഓക്കെ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് വൺസിന്റെ പ്ലേസിലെ നമ്പേഴ്സ് നോക്കിയേ. 3ഉം 3ഉം ആണ് അല്ലേ? വൺസിന്റെ പ്ലേസിൽ 3 into 3 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ വൺസിന്റെ പ്ലേസിലെ നമ്പേഴ്സ് ഇൻഡു ചെയ്യുക. 3 into 3 9, 3 into 3 9 എഴുതുന്നു. ഞാൻ എന്താണ് ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ 1 ഉണ്ട് അല്ലേ? അപ്പോ 3 into 1, 3 into 1 is equal to 3 ആണ്. 3 into 1 is equal to 3 ആണ് ആൻസർ. Then 100ന്റെ പ്ലേസ് നോക്കാം അല്ലേ? 2 ആണ് 100ന്റെ പ്ലേസിൽ കിടക്കുന്നത്. Then 3 into 2, 3 into 2 is equal to 6. 3 into 2 6 ആണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് നോക്കിയത്. നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. എന്താണ് ലാസ്റ്റ് ആൻസർ? 639. 639 ആണ് ആൻസർ. പിന്നെ എന്താണ് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 213 into 3 is equal to answer 639. 639. അപ്പൊ ഇതിൽ മൾട്ടിപ്ലിക്കൻസും മൾട്ടിപ്ലയറും പ്രോഡക്റ്റ് ഏതാണെന്നൊക്കെ നമുക്ക് പറയാറില്ല അല്ലേ? മൾട്ടിപ്ലിക്കന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ആണ്. 230 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കന്റ്. മൾട്ടിപ്ലയർ ഏതാണ്? മൾട്ടിപ്ലയർ 3 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 639 ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. ഓക്കെ, വിത്ത് ക്യാരിയിങ് ഓവർ എങ്ങനെയാണ് നോക്കിയേ. ഇവിടെ ക്വസ്റ്റ്യൻ 432 into 5 ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ടീച്ചർ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തന്നതുപോലെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എപ്പോഴും വൺസിന്റെ പ്ലേസിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 2 into 5 ആണ്. അപ്പൊ 2ഉം 5ഉം ആണ് വൺസിന്റെ പ്ലേസിലെ നമ്പേഴ്സ് അല്ലേ? അപ്പൊ 2 into 5 ആൻസർ എത്രയാണ്? 10 ആണ് അല്ലേ? 2 into 5 10 ആണ് ആൻസർ. നമുക്ക് വൺസിന്റെ പ്ലേസിൽ 0 എഴുതുന്നു. ടെൻസിന്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 1 നമുക്ക് ഇവിടെ എഴുതണം അല്ലേ? ഇവിടെ നമുക്ക് 1 ഇവിടെയാണ്, ടെൻസിന്റെ പ്ലേസിലാണ് ഈ 1 വരുന്നത്. പിന്നെ എന്ത് ചെയ്യുക? വൺസിന്റെ പ്ലേസിൽ നമ്മൾ ആഡ് ചെയ്ത ആൻസർ എഴുതി കഴിഞ്ഞു. പിന്നെ എന്താണ്? ടെൻസിന്റെ പ്ലേസിലോട്ട് പോകുക അല്ലേ? അപ്പൊ ടെൻസിന്റെ പ്ലേസിലെ നമ്പർ 3 ആണ്. അപ്പോ 5 into 3 ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. ഓക്കെ, 5 into 3. 5 into 3 15 ആണ്. 15 ആണ് 5 into 3. ഇനി 15ന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ ടെൻസിന്റെ പ്ലേസിൽ ഇവിടെ ഒരു 1 ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ? ഒരു സർക്കിളില് 1 ഉണ്ടല്ലേ?
അപ്പോൾ 15 പ്ലസ് ചെയ്യുക. 15 പ്ലസ് 1 16 ആണ് അല്ലേ? 16 ആണ്. അപ്പോൾ ടെൻസിന്റെ പ്ലേസിൽ 6 എഴുതുന്നു. 16 അതിന്റെ 1നെ എന്ത് ചെയ്യുന്നു? 100ന്റെ പ്ലേസിലേക്ക് നമ്മൾ ഒരു സർക്കിളില് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ 100ന്റെ പ്ലേസിൽ ഒരു 1 ഇവിടെ കിടപ്പുണ്ട് അല്ലേ? പിന്നെ എന്താണ്? അതിപ്പോ നമുക്കൊന്നും ചെയ്യണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? ടെൻസിന്റെ പ്ലേസ് ഓക്കെ ആണ്. ഇനി 100ന്റെ പ്ലേസിലെ നമ്പേഴ്സ് ആണ് ഇൻഡു ചെയ്യാനുള്ളത് അല്ലേ? 5 into 4 എത്രയാണ്? 20 ആണ്. 20 ആണ് ആൻസർ. പിന്നെ എന്ത് ചെയ്യണം? 20ന്റെ കൂടെ ഈ 1 നമ്മൾ സർക്കിളിൽ ചെയ്യുന്ന ഈ 1 കൂടി പ്ലസ് ചെയ്യുക. 20 plus 1 21. ഇവിടെ ആൻസർ എന്ത് എഴുതും? 100ന്റെ പ്ലേസിൽ 21 വരും. അപ്പോൾ ലാസ്റ്റ് ആൻസർ 2116 എന്ന ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ എന്താണ്? ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് എഴുതുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 432 into 5 ആയിരുന്നു ക്വസ്റ്റ്യൻ തന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് കിട്ടി? 2116 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. ആൻസർ ആണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, all of you take your textbook. Please listen here. Page number 42 എടുക്കൂ. 4 to 42. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ പഠിച്ചു കഴിഞ്ഞു. 15 വരെയുള്ള ടേബിൾസ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, കംപ്ലീറ്റ് ദി ഗിവൺ ടേബിൾ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ മൾട്ടിപ്ലിക്കൻറ്റ്, മൾട്ടിപ്ലെയർ, മൾട്ടിപ്ലിക്കേഷൻ, പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കൻസും മൾട്ടിപ്ലെയറും പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ അറിയാം അല്ലേ? ലിസൺ ഹിയർ. നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ. 8 into 7 is equal to 56 ആണ്. അപ്പോൾ ഇതൊരു ടേബിളാണ്. 8 into 7 is equal to 56. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കൻറ്റ് എന്ന് പറയുന്നത് 8 ആണ്. മൾട്ടിപ്ലിക്കൻറ്റ് 8 ആണ്. ദെൻ മൾട്ടിപ്ലെയർ എന്ന് പറയുന്ന ഏത് നമ്പറാണ്? 7 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റും മൾട്ടിപ്ലെയറും 8 മൾട്ടിപ്ലിക്കൻറ്റും 7 മൾട്ടിപ്ലെയറുമാണ്. നമുക്ക് കിട്ടുന്ന ആൻസറിനെ പ്രോഡക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ആൻസർ ഈസ്, ഈ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന ആൻസർ എന്താണ്? പ്രോഡക്റ്റ് ആണ്. ദ 8 ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കൻറ്റ് ആൻഡ് ദെൻ 7 ഈസ് കോൾഡ് ദ മൾട്ടിപ്ലെയർ. അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റ്, മൾട്ടിപ്ലെയർ. ആൻസർ എന്താണ്? ഈ 56 എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ്. 56 ആണ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റും മൾട്ടിപ്ലെയറും മൾട്ടിപ്ലിക്കേഷനും പ്രോഡക്റ്റും അടങ്ങുന്നതാണ് ഒരു ടേബിൾ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് മൾട്ടിപ്ലിക്കൻറ്റ്, ഏത് നമ്പറാണ് മൾട്ടിപ്ലെയർ ആയിട്ട് വരിക. ആ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ടേബിൾ നോക്കിയേ. മൾട്ടിപ്ലിക്കൻറ്റ് 7, മൾട്ടിപ്ലെയർ 5. ഓക്കെ, അതെങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 7 into 5. ഓക്കെ, എന്ത് ചെയ്യുക? 7 into 5 ആൻസർ എത്രയാണ്? 35 ആണ്. 35 ആൻസർ കിട്ടുന്നു. അപ്പോൾ ഈ ബോക്സിൽ 35 അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എഴുതുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ്. ഓക്കെ, 7 into 5 is equal to 37. ദെൻ നോക്കിയേ, മൾട്ടിപ്ലിക്കൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലാങ്ക് ആണ്, മൾട്ടിപ്ലെയറും ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 9 into 6 ആണ്. 9 into 6. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കൻറ്റ് എന്ന് പറയുന്ന ഏത് നമ്പറാണ്? ഫസ്റ്റ് നമ്പറാണ്. 9 ആണ് മൾട്ടിപ്ലിക്കൻറ്റ്. 6 എന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ ആണ്. ഓക്കെ, ദെൻ അതിൻ്റെ ആൻസർ എന്താണെന്നുള്ള 9ന്റെ ടേബിൾ പറയുക. 6 times പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ ഇവിടെ എടുത്ത് എഴുതുക. ദെൻ 8 3 മൾട്ടിപ്ലിക്കൻറ്റ് 8 മൾട്ടിപ്ലെയർ 3. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ എഴുതും? 8 into 3.
അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതുക. നെക്സ്റ്റ് 11 into 9. 11ഉം മൾട്ടിപ്ലിക്കൻറ്റ് 11ഉം മൾട്ടിപ്ലയർ 9ഉമാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? 11 into 9. 11 into 9 ആൻസർ ഇവിടെ എഴുതുക. ദെൻ ലാസ്റ്റ് മൾട്ടിപ്ലിക്കൻറ്റും ഇല്ല മൾട്ടിപ്ലയറും ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? 15 into 10. 15 into 10. അപ്പോൾ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലിക്കൻ്റ് എഴുതുക? മൾട്ടിപ്ലിക്കറ്റ് എന്ന് പറയുന്നത് 15 ആണ്. മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ 10 എഴുതുന്നു. ദെൻ പ്രോഡക്റ്റ് ഈ കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതുന്നു. അതാണ് പ്രോഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് fill in the blanks. നോക്കൂ, 11 into 6. 11 into 6. 11 into 6 66 ആണ്. ഇനി 13 into 9. നമ്മൾ ടേബിളൊക്കെ ബൈ ഹാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുക. 13 into 9. 11 into dash. പ്രോഡക്റ്റ് എന്താണ്? 55. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണെന്നുള്ളത് എഴുതുക. അപ്പോൾ 11ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുമ്പോൾ കിട്ടും 55 വരുന്നത് എത്ര ടൈംസ് പറയുമ്പോഴാണ്? 12 into dash ആൻസർ 72. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണെന്നുള്ള എഴുതുക. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്. 2 or more numbers can be multiplied in any order. The product always remains the same. അതായത് രണ്ട് നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ 2 or more നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താലും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് റിമൈനിങ് ദി സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 6 into 8ഉം 48 ആണ്. 8 into 6 അതായത് 6 into 8 എന്ന് പറയുന്നതിനെ തിരിച്ചിടുക. അതായത് 8 into 6 എന്ന് പറഞ്ഞാലും ആൻസർ ഓൾവേസ് സെയിം. Then when a number is multiplied by 1, the product is the number itself. ഇനി ഒരു നമ്പറിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? പ്രോഡക്റ്റ് ഈസ് ദ നമ്പർ. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം നമ്പർ ആയിരിക്കും. 11 into 1 is equal to 11. 1 into 11 is equal to 11. Okay. When a number is multiplied by 0, the product is always 0. ഇനി എന്താണ്? നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 0. The product is always 0. For example, 9 into 0, 0 ആണ്. 9 into 0, 0. And 12 into 0, 0 ആണ്. Okay. Okay, next multiplication of 3-digit number by 1-digit number. 3-digit നമ്പേഴ്സിൻ്റെ കൂടെ 1-digit നമ്പർ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വിത്തൗട്ട് ക്യാരിയിങ് ഓവർ. For example, find the product 230 into 3. 213 into 3 ആണ്. അപ്പോൾ 1സിൻ്റെയും 10സിൻ്റെയും 100ൻ്റെ പ്ലേസിൽ കറക്റ്റായിട്ട് എഴുതിയിരുന്നു. അതിനുശേഷം എന്താണ്? 1സിൻ്റെ പ്ലേസിലെ നമ്പേഴ്സ്. 1സിൻ്റെ പ്ലേസിലെ നമ്പേഴ്സ് ഏതാണ്? 3 into 3. അപ്പോൾ 3 1s into 3. 3 into 3. അപ്പോൾ 3 into 3 9 ആണ്. അപ്പോൾ ആൻസർ എവിടെ എഴുതേണ്ടത്? 1സിൻ്റെ പ്ലേസിൽ ഏറ്റവും താഴെ ആൻസർ എഴുതുന്നു. കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? 9 ആണ്. ദെൻ എന്ത് ചെയ്യുക? 1സിൻ്റെത് കഴിഞ്ഞതിന് ശേഷം 10സിലേക്ക് പോകുന്നു. ഈ നമ്പർ വെച്ച് 10സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കിയേ, 3 into 1. 3 into 1 3. 3 into 1 3 ആണ്. 3 1s into 3 എന്ന് നമുക്ക് പറയാം. സോറി, 1 10s into 1 10s into 3. 1 10s into 3 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 3 ആണ്. അപ്പോൾ 3 into 1 3. ദെൻ നെക്സ്റ്റ് എന്താണ്? 1s കഴിഞ്ഞു, 10സിൻ്റെ പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്തു, ലാസ്റ്റ് 100ൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ 3 into 2. 3 into 2 ആണ്. 3 into 2. 200 into 6. 200 hundreds into 3 ആണ്. 200s into 3 is equal to 6 ആണ് ആൻസർ. അപ്പോൾ 3 into 6 എന്ന് പറയും 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 600s. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ആൻസർ എന്താണ് വരുന്നത്? 6 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് 1സിൻ്റെയും 10സിൻ്റെയും ഓരോ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ എന്താണ്? 213 into 3 is equal to 639. ആൻസർ 639 ആണ് ആൻസർ. ഇത് വിത്തൗട്ട് ക്യാരിയിങ് ഓവർ ആണ്. നെക്സ്റ്റ് വിത്ത് ക്യാരിയിങ് ഓവർ. എക്സാമ്പിൾ നോക്കിയേ, ഫൈൻഡ് ദ പ്രോഡക്റ്റ് 432 into
5 ആണ്. 432 ഇൻറ്റു 5 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വൺസിൻ്റെ പ്ലേസിലെ നമ്പേഴ്സ് നോക്കുക. വൺസിൻ്റെ പ്ലേസിൽ 2ഉം 5ഉം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 2 ഇൻറ്റു 5 10 ആണ് അല്ലേ? അപ്പോൾ 10. ഈ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ് ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ എന്താണ്? ഒരു 1 അധികമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു 1 ഉണ്ട്. ദെൻ ആ 1നെ എവിടെ കൊടുക്കുന്നു? ടെൻസിൻ്റെ പ്ലേസിൽ കൊടുക്കുന്നു അല്ലേ? ഈ 1നെ ടെൻസിൻ്റെ, ഇവിടെ വരുന്ന 1നെ ടെൻസിൻ്റെ പ്ലേസിൽ കൊടുക്കുന്നു. ദെൻ എന്താണ്? ഫസ്റ്റ് ഇത് ആഡ് ചെയ്യുന്നു. 5 ഇൻറ്റു 3 15 ആണ്. 15 + 1 16. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 3 15 ആണ്. ഈ 15ൻ്റെ കൂടെ എന്താണ്? ഇവിടെ വൺസിൽ നിന്ന് കിട്ടിയ ഈ ഒരു 1 ഉണ്ട്, അത് പ്ലസ് ചെയ്യണം. അപ്പോൾ 16 ആൻസർ കിട്ടുന്നു. 16. അപ്പോൾ ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ 6 എഴുതുന്നു. അധികമായിട്ട് ഇവിടെ ഒരു 1 ഉണ്ടല്ലേ? ആ 1നെ എങ്ങോട്ടാണ്? 100ൻ്റെ പ്ലേസിൽ കൊടുക്കാം. 100ൻ്റെ പ്ലേസിൽ ഈ 1 കൊടുക്കുന്നു. ദെൻ എന്താണ്? ഇനി എന്താ ചെയ്യേണ്ടത്? 5നെ 5 ഇൻറ്റു 4 ചെയ്യണം അല്ലേ? 100ൻ്റെ പ്ലേസിൽ നോക്കണം. 5 ഇൻറ്റു 4 20 ആണ്. 20 പ്ലസ് ഇവിടെ ഒരു 1 നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 20 + 1 21. 21. ഓക്കെ, അപ്പോൾ തൗസൻഡ്സ് പ്ലേസിലാണ് ഈ 2 കിടന്നത്. അപ്പോൾ 20 + 1 21. അപ്പോൾ ആൻസർ 2116 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? അതുപോലെ അത് നന്നായിട്ടൊന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓരോ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെ ചെയ്ത് ടീച്ചറിനെ ടെക്സ്റ്റ് കാണിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി. 112 ഇൻറ്റു 4. അപ്പോൾ വൺസിൻ്റെ പ്ലേസ് ആദ്യം നോക്കുന്നു, പിന്നെ ടെൻസിൻ്റെ പ്ലേസ്, പിന്നെ 100ൻ്റെ പ്ലേസ്. ഓക്കെ, അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 2 ഇൻറ്റു 4 8. പിന്നെ എന്താണ്? 4 ഇൻറ്റു 1. 4 ഇൻറ്റു 1 4 തന്നെയാണ്. ദെൻ 4 ഇൻറ്റു 1. 100ൻ്റെ പ്ലേസിലും 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1 4. ഓക്കെ, ആൻസർ 448. അപ്പം അതുപോലെ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുക. 0 ടെൻസിൻ്റെ പ്ലേസിൽ 0 വരുന്നതുകൊണ്ട് അപ്പം എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് ഓരോന്നും ടൈം എടുത്ത്. സാറ്റർഡേ സൺഡേ ഒക്കെ ടൈമുണ്ട്, ഒരുപാട് ടൈമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? സമാധാനത്തിൽ തെറ്റിപ്പോകാണ്ട് ടൈം എടുത്ത് തന്നെ മാത്സ് ഈ വർക്കൊക്കെ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്, fill in the blank. നമ്മൾ ടെക്സ്റ്റിൽ കണ്ടതാണ്, അതുപോലെ തന്നെ നോട്ടിലും ചെയ്യണം. അപ്പോൾ 11, 12, 13, 14 ഒക്കെ ടേബിൾ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, 11 ഇൻറ്റു 6 66. ദെൻ അടുത്തത് 13 ഇൻറ്റു 9. ആൻസർ ഇവിടെ എഴുതുക. 11 ഇൻറ്റു ഡാഷ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ 11ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുക, എത്ര ടൈംസ് പറയുമ്പോഴാണ് 55 കിട്ടുന്നത്. അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ബൈ 1 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കൂടെ 1 ഡിജിറ്റ് നമ്പർ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ടീച്ചറോട് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 213 ഇൻറ്റു 3. അപ്പോൾ 1s 10s 100 പ്ലേസ് നോക്കുക. ആദ്യം 1സിൻ്റെ പ്ലേസിലെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 9 കിട്ടുന്നു. ദെൻ എന്താണ്? പിന്നെ ടെൻസിൻ്റെ നമ്പർ ഏതാണ് ഇവിടെ കിടക്കുന്നത്? 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 3. ദെൻ 100ൻ്റെ പ്ലേസ് നോക്കുക. 3 ഇൻറ്റു 2 6. ഓക്കെ, അപ്പോൾ ആൻസർ 639 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? ലാസ്റ്റ് ഇങ്ങനെ എടുത്തെഴുതുക. 213 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 639. അപ്പോൾ മൾട്ടിപ്ലിക്കൻ്റ് ഏതാണ്, മൾട്ടിപ്ലെയർ ഏതാണ്, പ്രോഡക്റ്റ് ഏതാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഏതാണ്? 639 ആണ് പ്രോഡക്റ്റ്. അപ്പോൾ അതുപോലെ അത് നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് ടൈം എടുത്ത് ചെയ്യുക. നെക്സ്റ്റ് വിത്ത് ക്യാരിങ് ഓവർ, അത് വിത്തൗട്ട് ആയിരുന്നു, വിത്ത് ക്യാരിങ് ഓവർ. അതുപോലെ തന്നെയാണ് നമ്പേഴ്സ് ക്യാരിങ് ആയിട്ട് വരുന്നതിന് എന്ത് ചെയ്യുക? ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 2ഉം 5ഉം ആണ്. 2 ഇൻറ്റു 5 10 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 എഴുതുന്നു. ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ ഒരു 1 നമുക്കിവിടെ അധികമായിട്ട് ഇവിടെ എഴുതുന്നു.
കണ്ടോ? അതിനുശേഷം എന്ത് ചെയ്യണം? വൺസിൻ്റെ പ്ലേസിൽ 5ഉം ടെൻസിൻ്റെ പ്ലേസിൽ 3യും ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? 15 എന്ന ആൻസർ കിട്ടും. 15 എന്ന് കിട്ടും. ദെൻ 15ൻ്റെ കൂടെ ഈ 1 കൂടി ആഡ് ചെയ്യുക. 15 ഇൻറ്റു 1 16. ഓക്കെ, അപ്പോൾ 16 ആണ്. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ ആൻസറിൻ്റെ അവിടെ 6 എഴുതുന്നു. പിന്നെ ഇവിടെ 100ൻ്റെ പ്ലേസിൽ 1 നമുക്കിവിടെ ഇട്ടിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യുക? അതിന് ശേഷം അതവിടെ കിടക്കട്ടെ. അതിന് ശേഷം 5 ഇൻറ്റു 4 20 ആണ് അല്ലേ? 20 ആണ്. 20 പ്ലസ് 1, 20ൻ്റെ കൂടെ ഈ 1 ആഡ് ചെയ്യണം. 21. അപ്പോൾ ആൻസർ എന്താണ്? 2116 എന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നതുപോലെ കറക്റ്റായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. വൺസിൻ്റെ പ്ലേസിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ആൻസർ എഴുതുക. ക്യാരി ചെയ്യാനുള്ള ക്യാരി ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് നീറ്റായിട്ട് ടൈം എടുത്ത് തന്നെ. ഈസിയാണ്, എല്ലാവർക്കും ഈസിയാണ്, ടേബിളൊക്കെ അറിയാം. ഓക്കെ, എന്നാലും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് സയൻസിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അവർ ബോഡി എന്ന് പറയുന്ന ലെസൺ ആണ്. അതിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണ്? സ്കെലിറ്റൽ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം അല്ലേ? പിന്നെ നമ്മൾ അതിന് മുന്നേ പഠിച്ചു ഓർഗൻ സിസ്റ്റം. യെസ്, നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഡൈജസ്റ്റീവ് സിസ്റ്റവും എക്സ്ക്രിറ്ററി സിസ്റ്റമാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റം കേൾക്കുമ്പോഴേ അറിയാം എന്താണ്? ഫുഡ് ഡൈജസ്റ്റീവ് അല്ലേ? പ്രോസസ് ഓഫ് എന്താണ്? ഡൈജഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എന്താണ്? ഡൈജസ്റ്റീവ് ഫുഡ് ഡൈജഷൻ ആണ്. ദഹന വ്യവസ്ഥ ആണ് ഡൈജഷൻ. നമുക്ക് കൂടുതലായിട്ട് ടെക്സ്റ്റ് വായിച്ച് ടീച്ചർ പറഞ്ഞു തരാം. ദെൻ പിന്നെ എക്സ്ക്രിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എന്താണ്? വേസ്റ്റ്, നമ്മുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത്, നമ്മുടെ ബോഡിയിലുള്ള ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതാണ് എക്സ്ക്രിറ്ററി സിസ്റ്റം. ഓക്കെ, നമുക്ക് പഠിക്കാം, കൂടുതലായിട്ട് പഠിക്കാം. ഈ പോർഷൻസിൽ നിന്ന് നമ്മൾ ഹാഫ് വേർഡ്സ് ഉണ്ട്, ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടിരിക്കുവാണ്. അത് നമുക്ക് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ടെക്സ്റ്റിൽ ആരും നോക്കണ്ട കേട്ടോ. പ്ലീസ് ലിസൺ ചിൽഡ്രൻ. Okay children, please listen here. The digestive system, the excretory system. Hard words. First one, digestive. Digestion, absorb, soften, excretory, excretion. Once more to reading. Digestive, digestion, absorb, soften, excretory, excretion. Digestive, D-I-G-E-S-T-I-V-E, digestive. Digestion, D-I-G-E-S-T-I-O-N, digestion. Absorb, A-B-S-O-R-B-E-D, absorb. Soften, S-O-F-T-E-N-E-D, soften. Excretory, E-X-C-R-E-T-O-R-Y, excretory. Excretion, E-X-C-R-E-T-I-O-N, excretion. Okay children, നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. Okay children, we are ready to start for reading page number 91. The digestive system. ദഹന വ്യവസ്ഥ, digestive system. The digestive system deals with digestion of food. ദഹന വ്യവസ്ഥ അല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണത്തിൻ്റെ ദഹനത്തെ കൈകാര്യം ചെയ്യുന്നു. ഡൈജഷൻ ഓഫ് ഫുഡ്. ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഫുഡ് ഇൻ ടു സിംപ്ലർ form so that it can be easily absorbed by the body. Digestion is the process of എന്താണ്? ഭക്ഷണം ശരീരത്തിന് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ലളിതമായ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഡൈജഷൻ. എന്താണ്? വൺസ് മോർ ടു റീഡിങ്.
Digestion is the process of changing the food into simpler form so that it can be easily absorbed by the body. ഭക്ഷണം ശരീരത്തിന് എളുപ്പത്തിൽ ആഗിരണം ചെയ്യത്തക്ക രീതിയിൽ ലളിതമായ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഡൈജഷൻ. ഓക്കെ. മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്, ലാർജ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് and anus are the organs that make up the digestive system. Mouth എന്താണ്? വായ. ഫുഡ് പൈപ്പ്, then stomach അറിയാലോ, വയർ. ലാർജ് ആൻഡ് സ്മാൾ ഇൻറ്റസ്റ്റൈൻസ് എന്താണ്? വലുതും ചെറുതുമായ കുടൽ, ആമാശയം. പിന്നെന്താണ്? അനസ് ആർ ദ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്നിവയാണ് ദഹന വ്യവസ്ഥയെ നിർമ്മിക്കുന്ന അവയവങ്ങൾ, അല്ലേ? യെസ്. ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ മൗത്ത്. ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ്. ഹിയർ ദ ഫുഡ് മിക്സസ് വിത്ത് ദ സലൈവ ആൻഡ് ബിക്കംസ് സോഫ്റ്റ്. ഈ ഭക്ഷണം ഇവിടെ ഭക്ഷണം ഉമിനീരുമായി ചേർന്ന് മൃദുവാകുന്നു, സോഫ്റ്റ് ആകുന്നു, അല്ലേ? യെസ്. ദ ടീത്ത് ആൻഡ് ടങ് ബ്രേക്ക് അപ്പ് ദ സോഫ്റ്റൻഡ് ഫുഡ്. എന്താണ്? പല്ലും നാവും മൃദുവായ ഭക്ഷണത്തെ നല്ല നല്ലപോലെ അരച്ച് നല്ല കഴിക്കാനായിട്ടുള്ള സോഫ്റ്റ് ആക്കുന്നു ഫുഡിനെ. ഇറ്റ് ദെൻ മൂവ്സ് ഡൗൺ ദ ഫുഡ് പൈപ്പ് ഇൻ ടു ദ സ്റ്റൊമക്. എന്താണ് പറയുന്നത്? പിന്നീട് ഇതെന്താണ്? ഫുഡ് പൈപ്പിലൂടെ താഴേക്ക് നീങ്ങി സ്റ്റൊമക്കിൽ എത്തുന്നു. From here, it goes into the small intestine. ഇവിടെ നിന്ന് ചെറുകുടലിലേക്ക് പോകുന്നു. സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഏതാണ്? ചെറുകുടൽ. Then the digested food is taken in by the blood from the small intestines. എന്താണ്? എന്നിട്ടോ പോകുന്നു. The digested food is ദഹിച്ച ഭക്ഷണം taken in by the blood from the small intestines. ദഹിച്ച ഭക്ഷണം ചെറുകുടലിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നു. Then it is transported to other parts of the body. പിന്നീട് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. The undigested food moves into the large intestine and is thrown out of the body through the anus. എന്താണ് പറയുന്നത്? ഈ ദഹിക്കാത്ത ഭക്ഷണം, അൺഡൈജസ്റ്റഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? ദഹിക്കാത്ത ഭക്ഷണം എന്ത് ചെയ്യുന്നു? വൻകുടലിലേക്ക് നീങ്ങുകയും മലദ്വാരം വഴി ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ ചിൽഡ്രൻ. നോക്കിയ സലൈവ, ഉമിനീര്. സലൈവ എന്താണ്? ഉമിനീർ. സലൈവ ഈസ് എ വാട്ടറി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ അവർ മൗത്ത്. ഇറ്റ് മേക്സ് ദ ഫുഡ് സോഫ്റ്റ്. സലൈവ ഈസ് എ വാട്ടറി സബ്സ്റ്റൻസ്. എന്താണ്? ഒരു ജലാംശമാണ്. ഉമിനീർ നമ്മുടെ വായിൽ അടങ്ങിയിരിക്കുന്ന ഒരു ജലാംശമാണ്. ഇത് ഭക്ഷണത്തെ മൃദുവാക്കുന്നു. ഇറ്റ് മേക്സ് ദ ഫുഡ് സോഫ്റ്റ്. ഇത് ഭക്ഷണത്തെ മൃദുവാക്കുന്നു. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ് നോക്കിയത്? ലുക്ക് ദിസ് പിക്ചർ. പ്ലീസ് ലിസൺ ചിൽഡ്രൻ. ലുക്ക് ദിസ് പിക്ചർ. കണ്ടല്ലോ? മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അനസ്. കണ്ടല്ലോ? ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ പിക്ചറാണ് ടീച്ചർ വായിച്ച് പറഞ്ഞു തരുന്നത്. കണ്ടല്ലോ? സ്റ്റെപ്സ് വൈസ് ആയിട്ടുണ്ട്. കണ്ടല്ലോ? ഓക്കെ ചിൽഡ്രൻ. ദെൻ നമുക്ക് പഠിക്കേണ്ടതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. എന്താണ്? എക്സ്ക്രീറ്ററി സിസ്റ്റം. വിസർജന വ്യവസ്ഥ. Okay, excretion is the process of removal of all waste from the body. വിസർജന സംവിധാനം, അല്ലേ? എന്താണ് എക്സ്ക്രിഷൻ? വിസർജന സംവിധാനം എന്ന് പറഞ്ഞാൽ is the process of removal of all waste from the body. ശരീരത്തിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എക്സ്ക്രിഷൻ. കേട്ടോ?
വിസർജനം. യൂറിൻ, സ്വെറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ അവർ ബോഡി വേസ്റ്റ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? യൂറിനും സ്വെറ്റുമാണ് അല്ലേ, വിയർപ്പും മൂത്രവുമാണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, യെസ്, എന്നിവയാണ് നമ്മുടെ ശരീരത്തിലെ. ദെൻ കിഡ്നീസ് ആർ ദ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻസ്. നമ്മുടെ വൃക്കകളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശരീരത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻസ് അല്ലേ. വൃക്കകളാണ് പ്രധാനപ്പെട്ട എന്താണ് ഓർഗൻസ് അല്ല, വിസർജന അവയവങ്ങൾ. കിഡ്നീസ് ആർ ദ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻസ്. ദേ ഹെൽപ്പ് ടു ത്രോ ഔട്ട് യൂറിൻ. മൂത്രം പുറന്തള്ളാൻ അവ സഹായിക്കുന്നു. ദേ ഹെൽപ്പ് ടു ത്രോ ഔട്ട് യൂറിൻ അറിയാമല്ലോ, യൂറിൻ പുറന്തള്ളാൻ എന്ത് സഹായിക്കുന്നു? ഈ കിഡ്നീസ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ our skin helps to eliminate sweat and lungs give out carbon dioxide. നമ്മുടെ ചർമ്മം വിയർപ്പില്ലാതാക്കാൻ സഹായിക്കുന്നു. ദെൻ ശ്വാസകോശം ഗീവ് ഔട്ട് കാർബൺ ഡയോക്സൈഡ്. ശ്വാസകോശം കാർബൺ ഡയോക്സൈഡ് പുറപ്പെടുവിക്കുന്നു അല്ലേ, യെസ്, പുറപ്പെടുവിക്കുന്നു അല്ലേ, യെസ്. അവർ സ്കിൻ ഹെൽപ്സ് ടു എലിമിനേറ്റ് സ്വെറ്റ് ആൻഡ് ലങ്സ് ഗീവ് ഔട്ട് കാർബൺ ഡയോക്സൈഡ് അല്ലേ, യെസ്. ശ്വാസകോശം എന്താണ്? കാർബൺ ഡയോക്സൈഡ് പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ചർമ്മം എന്താണ്? സ്വെറ്റ് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇതാണ് കേട്ടോ. ലുക്സ് ദിസ് പിക്ചർ. ഓക്കെ, കിഡ്നീസ് ആർ ഹിയർ. ഓക്കെ, ദെൻ നോളജ് ബാങ്ക് നോക്കിയേ. നോളജ് ബാങ്ക്. യൂറിൻ ആൻഡ് സ്വെറ്റ് ഹെൽപ്പ് ടു excrete excess water and salt from the body. യൂറിൻ ആൻഡ് സ്വെറ്റ്, യൂറിനും സ്വെറ്റ് വിയർപ്പും ശരീരത്തിൽ നിന്ന് അധികം വെള്ളവും ഉപ്പും പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇതാണ് നോളജ് ബാങ്കിൽ പറയുന്നത് കേട്ടോ. ദെൻ നോക്കിയേ, ബി കോഷ്യസ്. എന്താണ് ബി കോഷ്യസ്? ജാഗ്രത പാലിക്കുക എന്നാണ്. ഇൻ സമ്മർ ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് ലിക്വിഡ്സ് വിത്ത് സോൾട്ട് ഇൻ ദം. ദിസ് ഹെൽപ്സ് ടു റിപ്ലെനിഷ് the water and salt lost due to sweating. വേനൽക്കാലത്ത് ഉപ്പ് അടങ്ങിയ ധാരാളം വിയർപ്പ് മൂലം നഷ്ടപ്പെടുന്ന വെള്ളവും ഉപ്പും നിറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ക്ലിയർ? വേനൽക്കാലത്ത് ഉപ്പടങ്ങിയ ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക. ഇതെന്തിനെ സഹായിക്കുന്നു എന്ന് പറയുന്നു? വിയർപ്പ് മൂലം നഷ്ടപ്പെടുന്ന വെള്ളവും ഉപ്പും നിറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ക്ലിയർ? അപ്പം ഈ നോട്ട്ബുക്കിൽ ഹാർഡ് വേർഡ്സ് നോക്കാം. All of you listen. Please take notebook and write today's date and day. The digestive system, the excretory system. Digestive, digestion. Absorbed, softened. Excretory, excretion. Digestive, digestion. Absorbed, softened. excretory, excretion. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ. Hello, good morning children. How are you all? Fine. Did you have your breakfast? Yes. Okay, good children. Today we are going to learn computer. നമ്മൾ എന്താ കമ്പ്യൂട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? വേർഡ് പാഡ് എന്ന ലെസൺ ആയിരുന്നു അല്ലേ. അത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നത്, പിന്നെ ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതെങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യും, അതുപോലെ എങ്ങനെ നമ്മൾ പ്രിൻ്റ് എടുക്കും, വേർഡ് പാഡിൽ എങ്ങനെ പ്രിൻ്റ് എടുക്കും എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊരു പുതിയ ലെസൺ പഠിക്കാൻ പോവാണ്. ലെസൺ 5, ഇൻട്രൊഡക്ഷൻ ടു MS Word 2010. MS Word 2000 ഇൻട്രൊഡക്ഷൻ ആണ്. MS Word 2010ൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഹാർഡ് വേർഡ്സ് ആദ്യം നോക്കാം, അതിനുശേഷം ടെക്സ്റ്റിലേക്ക് പോകാം. വേർഡ് പ്രോസസർ, WORD വേർഡ് പ്രോസസർ. ഡിഫോൾട്ട്, DEFAULT. മൈക്രോസോഫ്റ്റ് ഓഫീസ്, MICROSOFT OFFICE. ഇറ്റാലിക്, ITALIC.
Zoom, Z-O-O-M. Ribbon, R-I-B-B-O-N. Ribbon. Lesson 5, Introduction to MS Word 2010. If we want to type a letter to our friend on computer, there are lots of programs that help us. They are called word processors. നമ്മുടെ ഫ്രണ്ടിന് നമ്മൾ ഒരു ലെറ്റർ അയക്കണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെന്താ പറയുന്നത്? ദേ ആർ കോൾഡ് വേർഡ് പ്രോസസ്സേഴ്സ്. അതിന് പറയുന്ന പേരാണ് വേർഡ് പ്രോസസ്സേഴ്സ്. എ വേർഡ് പ്രോസസ്സർ ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വേർഡ് പ്രോസസ്സർ എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഹെൽപ്സ് ആസ് ടു ടൈപ്പ് ടെക്സ്റ്റ് ഇൻ ദ കമ്പ്യൂട്ടർ. നമ്മളെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഏതാ? വേർഡ് പ്രോസസ്സർ സഹായിക്കും. സം ഓഫ് ദ വേർഡ് പ്രോസസ്സേഴ്സ് ആർ, കുറച്ച് വേർഡ് പ്രോസസ്സേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. വേർഡ് പാഡ് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ലെസണിൽ നമ്മളതാ പഠിച്ചു. വേർഡ് പാഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താ? MS വേർഡ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? MS വേർഡ്. നെക്സ്റ്റ് പേജ് മേക്കർ. ഇൻ all of these programs, MS Word is the most popular word processor. ഈ പറഞ്ഞ പ്രോസസ്സേഴ്സ്, വേർഡ് പ്രോസസ്സേഴ്സിൽ MS വേർഡാണ് പോപ്പുലർ ആയിട്ടുള്ളത്. MS Word 2010 is a part of MS Office 2010. MS Office 2010ൻ്റെ ഒരു ഭാഗമാണ് MS Word 2010. With this software, we can type, edit, format and print text documents. നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ടൈപ്പ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ കഴിയും, ഫോർമാറ്റ് ചെയ്യാൻ കഴിയും, പിന്നെന്താ? പ്രിൻ്റ് നമുക്ക് എടുക്കാനും പറ്റും. ഓപ്പണിംഗ് MS Word 2010. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? എങ്ങനെ ഓപ്പൺ ചെയ്യാം, MS Word 2000 എങ്ങനെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. We can open MS Word 2010 by the following steps. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ. അറിയാലോ, 1 ഇവിടെയാണ് സ്റ്റാർട്ട് ബട്ടൺ. അവിടെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോഴോ സെക്കൻഡ്, ക്ലിക്ക് ഓൺ ദ ഓൾ പ്രോഗ്രാംസ്. പിന്നെ എന്താ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യണം. ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞു ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും കുറച്ച് ഇത് വരും, നമുക്ക് കുറച്ച് മെനു വരും. അതിൽ നിന്നും ക്ലിക്ക് ഓൺ മൈക്രോസോഫ്റ്റ് ഓഫീസ്. അതിൽ നമ്മൾ ഏതാ? മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്യും. നൗ ക്ലിക്ക് ഓൺ മൈക്രോസോഫ്റ്റ് വേർഡ് 2010. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏതാ? മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മൈക്രോസോഫ്റ്റ് വേർഡ് 2010 വരും. അത് ക്ലിക്ക് ചെയ്യണം. ദ MS Word 2010 വിൻഡോ വിൽ അപ്പിയർ ഓൺ ദ സ്ക്രീൻ. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏത് വരും? MS Word 2010 വിൻഡോ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ദിസ് വൺ. എലമെൻറ്റ്സ് ഓഫ് ദ MS Word 2010 വിൻഡോ. MS Word 2010നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അതിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാ കണ്ടോ, ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് എലമെൻറ്റ്, അതിൻ്റെ എലമെൻറ്റ്സുകൾ പറയും. നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ്. ടൈറ്റിൽ ബാർ. ആദ്യം വരുന്ന എലമെൻറ്റ്സ് ഏതാണ്? ടൈറ്റിൽ ബാർ. 1. ദിസ് ഇസ് ടൈറ്റിൽ ബാർ. ഇറ്റ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഇതിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ പേര്. ബി ഡിഫോൾട്ട് ദ ഡോക്യുമെൻറ്റ് ഈസ് നെയിംഡ് ആസ് ഡോക്യുമെൻറ്റ് 1. ആദ്യം നമ്മൾ ചെയ്യുന്ന ഡോക്യുമെൻറ്റിന് ഡോക്യുമെൻറ്റ് 1 എന്ന് കാണിക്കും. ബൈ ഡിഫോൾട്ട് ദ ഡോക്യുമെൻറ്റ് ഈസ് നെയിംഡ് ആസ് ഡോക്യുമെൻറ്റ് 1. ഡോക്യുമെൻറ്റിന് ഡോക്യുമെൻറ്റ് 1 എന്ന് പേര് കാണിക്കും. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വിൻഡോ. വിൻഡോയുടെ മുകളിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ടൈറ്റിൽ ബാർ ഹാസ് 3 ബട്ടൺസ്. ടൈറ്റിൽ ബാറിൽ എത്ര ബട്ടണാണുള്ളത്? 3 ബട്ടൺസ് ആണ് ഉള്ളത്. മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ് ബട്ടൺ.
മിനിമൈസ് ബട്ടൺ നമ്മൾ ഇതിൽ പഠിച്ചോ, വേർഡ് പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, മിനിമൈസും മാക്സിമൈസും ഒക്കെ പഠിച്ചു. അതുപോലെ ഇതിലെ ടൈറ്റിൽ ബാറിലും മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ, ക്ലോസ് ബട്ടണും ഉണ്ട്. These buttons are called program control buttons. ഈ ബട്ടൺസിനെല്ലാം കൂടി നമ്മൾ എന്താ പേര് പറയുന്നത്? പ്രോഗ്രാം കൺട്രോൾ ബട്ടൺസ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ആണ് മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ് ബട്ടൺ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇനി അടുത്ത ഏതാണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്, സെക്കൻഡ് വൺ. This is quick access toolbar. This is the elements of MS Word 2010 window. It is present at the left corner of the title bar. Left cornerലാണ് ഏത് കാണുന്നത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കാണുന്നത്. Common tasks can be done from this bar by just one click of the mouse button. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കുറച്ച് ടാസ്കുകളുണ്ട്. അത് നമുക്ക് മൗസിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. മൗസ് ഉപയോഗിച്ച് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ക്ലിക്ക് ചെയ്യണം. റിബൺ. ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ആർ ടു പാർട്സ് ഓഫ് ദ റിബൺ. ദിസ് ഈസ് റിബൺ. ഇതിനകത്ത് കുറേ ഐക്കണുണ്ട്. ഈ റിബണിൽ കുറേ ഐക്കണുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. Each tab consists of various commands that have been arranged in different group. ഇതിനകത്ത് എന്താ? ഒരുപാട് കമാൻഡ്സുകൾ നമുക്ക് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ കഴിയും. ആ രീതിയിലാണ് ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് സം ബട്ടൺസ് പ്രസൻറ്റ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു പറഞ്ഞു. അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫോൺ ഫങ്ഷൻ. ഇത് നോക്കണം. ഫോൺ ഫങ്ഷൻ അതിൻ്റെ സിമ്പലാണിത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ടിൻ്റെ അക്ഷരങ്ങളുടെ സ്റ്റൈലുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫോണ്ട് സൈസ്. അടുത്ത ഫോണ്ടിൻ്റെ സൈസ്. അത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാനും അക്ഷരങ്ങളുടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ സിമ്പിൾ ഇതാണ്. ബോൾഡ്. ദ ബോൾഡ് ഫങ്ഷൻ മേക്സ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ബോൾഡ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ ബോൾഡായിട്ട് വരാനായിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ബോൾഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിമ്പിൾ ഇതാണ്. നെക്സ്റ്റ് ഇറ്റാലിക്. ദ ഇറ്റാലിക് ഫങ്ഷൻ മേക്സ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ഇറ്റാലിക്. ഇതാ കണ്ടോ, ലെറ്റർ കണ്ടോ, ഒരു പ്രത്യേക രീതിയിൽ എഴുതി. ഇറ്റാലിക് സ്റ്റൈലിലാണ് ഇത് എഴുതി. ഇറ്റാലിക് സ്റ്റൈലിലാണ് ഈ ഫോണ്ട് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ലെറ്റേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇറ്റാലിക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അണ്ടർലൈൻ. അണ്ടർലൈനിൻ്റെ സിമ്പിൾ കണ്ടോ, യു എഴുതിയിട്ടുണ്ട്, ഒരു വരയും ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അണ്ടർലൈനാണ്. ദ അണ്ടർലൈൻ ഫങ്ഷൻ അണ്ടർലൈൻസ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്യണമെങ്കിലാണ് നമ്മൾ അണ്ടർലൈൻ യൂസ് ചെയ്യുന്നത്, ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അലൈൻമെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റിൻ്റെ സിമ്പിളാണിത്. ദ അലൈൻമെൻറ്റ് ഫങ്ഷൻ align the text to left, right, center and justify. ഇതെന്താണ്? അലൈൻമെൻറ്റ് എന്താണ്? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങണോ? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നാണോ, അതോ മധ്യഭാഗത്തു നിന്നാണോ എന്ന് സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് അലൈൻമെൻറ്റ്. ഡോക്യുമെൻ്റ് ഏരിയ. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ഇതാണ് ഡോക്യുമെൻ്റ് ഏരിയ, ഫിഫ്ത്ത് വൺ, ഡോക്യുമെൻ്റ് ഏരിയ. ഇനി ഡോക്യുമെൻ്റ് ഏരിയ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ലാർജ് വൈറ്റ് ഏരിയ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ആൻഡ് ഡു ഫോർമാറ്റ്. കഴ്സർ. ദ ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ ഡോക്യുമെൻ്റ് ഏരിയ ഈസ് കോൾഡ് ദ കഴ്സർ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഒരു ഡോക്യുമെൻ്റ് ഏരിയ ഉണ്ട്, വൈറ്റ് ഡോക്യുമെൻ്റ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ കാണുന്ന ഒരു ബ്ലിങ്കിങ് ലൈനാണ് എന്ത്? കഴ്സർ. It tells about the position of the typed text.
എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മളുടെ പൊസിഷൻ, ടൈപ്പ് ചെയ്യുന്ന പൊസിഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഇസ് കഴ്സർ. നെക്സ്റ്റ് സ്റ്റാറ്റസ് ബാർ. ഇനി അടുത്തെന്താ? സ്റ്റാറ്റസ് ബാർ ആണ്. ഇറ്റ് ഷോസ് ദ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ലൈക്ക് പേജ് നമ്പർ, കോളം നമ്പർ, നമ്പർ ഓഫ് വേർഡ്സ് ഓർ സൂം ഓപ്ഷൻ. സ്റ്റാറ്റസ് ബാറിൽ ഏതൊക്കെയാണ് വരുന്നത്? പേജ് നമ്പർ വരും, നമ്മൾ എത്ര പേജുകൾ ചെയ്യുന്നു അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്പർ വരും, കോളം ഉണ്ടെങ്കിൽ കോളം നമ്പർ വരും, അതുപോലെ നമ്പർ ഓഫ് വേർഡ്സ്, എത്ര വേർഡ്സുകൾ നമ്മൾ ടൈപ്പ് ചെയ്തു എന്ന് വരും. പിന്നെന്താ? സൂം ഓപ്ഷൻ ഉണ്ട്, സൂം ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള വേർഡ്സൊക്കെ സൂം ചെയ്യാനും പറ്റും. ദിസ് ഈസ് സ്റ്റാറ്റസ് ബാർ. ഈ സ്റ്റാറ്റസ് ബാറിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സുകളുടെ എണ്ണവും നമ്പേഴ്സ്, കോളം, ഇതിൻ്റെ എല്ലാ എണ്ണങ്ങൾ ഇവിടെ കാണിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയേറ്റിംഗ് എ ന്യൂ ഡോക്യുമെൻ്റ്. എങ്ങനെയാണ് ഒരു പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? MS Word 2010 എങ്ങനെയാണ് ഒരു പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ. 5 ഇൻട്രൊഡക്ഷൻ ടു MS Word 2010. വേർഡ് പ്രോസസ്സർ. WORDPROCESSOR. Default. DEFAULT. Microsoft Office. MICROSOFTOFFICE. Italic. ITALIC. Zoom. ZOOM. Ribbon. RIBBON. അപ്പോൾ നിങ്ങൾ എന്താ ഹാർഡ് വേർഡ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം, റഫ് നോട്ടിൽ എഴുതുകയും വേണം. ഇനി ഓക്കെ ചിൽഡ്രൻ, ബൈ. ചിൽഡ്രൻ, നമുക്കിന്ന് മലയാളത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പാഠമാണ്? തീയുടെ കഥ അല്ലേ? ആദിമ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾഡ് ഏജ് നിങ്ങൾക്കറിയാം, നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചതാണ്. നമുക്കത് തുടർന്ന് കണ്ടിന്യൂഷൻ പഠിക്കാം. ടീച്ചർ ടെക്സ്റ്റ് വായിക്കാൻ പോകുന്നു ഇന്നത്തെ പോർഷൻസ്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതികളാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ച് ഉള്ള വേർഡ്സസ് ഉണ്ട്, ഹാഫ് വേർഡ്സസ് ഉണ്ട്. ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് നിന്നുള്ള വേർഡ്സസ് ഉണ്ട്. അത് ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുകയാണ്, നമുക്ക് വായിക്കാം. പാഠം 7 തീയുടെ കഥ. ഫസ്റ്റ് വേർഡ് വേനൽക്കാലം. വേനൽക്കാലം. ധാരാളം, മാംസം, യാദൃച്ഛികം, അനവധി, സാഹചര്യങ്ങൾ. വേനൽക്കാലം, ധാരാളം, മാംസം, യാദൃച്ഛികം, അനവധി, സാഹചര്യങ്ങൾ. Once more to reading, please listen here. വേനൽക്കാലം, ധാരാളം, മാംസം, യാദൃച്ഛികം, അനവധി, സാഹചര്യങ്ങൾ. നമുക്കിനി ടെക്സ്റ്റ് വായിക്കാം. ഒരു ടെക്സ്റ്റ് പേജ് നമ്പർ 27. വേനൽക്കാലം വന്നു, മരങ്ങൾ ഉണങ്ങി, കാട്ടിൽ ധാരാളം കരിയിലകൾ കാറ്റടിച്ചു. ശക്തമായ കാറ്റ് മരത്തിൻ്റെ ഉണക്ക കമ്പുകൾ കൂട്ടിയുരസി തീയുണ്ടായി. തീ കാട്ടിലാകെ പടർന്നു പിടിച്ചു. അവർ ദൂരേക്കോടി. എങ്കിലും കുറേ പേർ വെന്തു മരിച്ചിരിക്കും. വന്യജീവികളും വെന്തു ചത്തു. ആകെ ചൂടും പുകയും. രക്ഷപ്പെട്ട മനുഷ്യർ കാട്ടുതീ പടർന്നു കയറി കത്തിയെരിഞ്ഞ വനത്തിലൂടെ നടക്കുമ്പോൾ തീയിൽ വെന്തുകിടക്കുന്ന മൃഗങ്ങളുടെ മാംസം യാദൃച്ഛികമായി കഴിക്കാനിടയായി. അത് അവർക്ക് പുതിയ അറിവ് നൽകി, വെന്ത മാംസത്തിൻ്റെ സ്വാദ്. പിന്നീട് അവർ മരക്കമ്പുകളോ കല്ലിൻ്റെ കഷ്ണങ്ങളോ കൂട്ടിയുരസി തീയുണ്ടാക്കി. വേട്ടയാടിയ മൃഗത്തിൻ്റെ മാംസം അതിലിട്ടു ചുട്ടെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. പാചകകല അങ്ങനെ അവർക്ക് ശീലമായി. എങ്ങനെയാണ് അവർക്ക് പാചകകല ശീലമായെന്ന് മനസ്സിലായല്ലോ. വേട്ടയാടിയ മൃഗത്തിൻ്റെ മാംസം അതിലിട്ട് ചുട്ടെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. തീ കണ്ടില്ലേ? ആ തീയിൽ വേട്ടയാടിയ മൃഗത്തിൻ്റെ മാംസം അതിലിട്ട് ചുട്ടെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. പാചകകല അങ്ങനെ അവർക്ക് ശീലമായി. തണുപ്പുള്ളപ്പോൾ തീ നൽകിയ ചൂട് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. തണുപ്പുള്ളപ്പോൾ തീ നൽകിയ ചൂട് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. തീ അവർക്ക് നൽകിയ അറിവുകൾ അനവധിയായിരുന്നു.
അത് പിന്നീട് പല കണ്ടുപിടുത്തങ്ങളിലേക്കും അവരെ കൊണ്ടെത്തിച്ചു. സാഹചര്യങ്ങളും ആവശ്യങ്ങളുമാണ് മനുഷ്യരെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത് അല്ലേ? സാഹചര്യങ്ങളും ആവശ്യങ്ങളുമാണ് മനുഷ്യരെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത്. ഓക്കെ, നമുക്കിനി നോട്ട്ബുക്ക് വായിക്കാം. All of you take your notebook, write today's date and day. First word, വേനൽക്കാലം. ധാരാളം, മാംസം, യാദൃച്ഛികം, അനവധി, സാഹചര്യങ്ങൾ. Once more to reading. വേനൽക്കാലം, ധാരാളം, മാംസം, യാദൃച്ഛികം, അനവധി, സാഹചര്യങ്ങൾ. എല്ലാവരും നീറ്റായിട്ട് 2 ലൈൻ ടച്ച് ചെയ്ത് എഴുതുക. അക്ഷരങ്ങൾ 2 ലൈൻ ടച്ച് 2 വരയിലും ടച്ച് ചെയ്ത് തന്നെ എഴുതണം. ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ.